എന്താ കുറച്ച് ഉണക്കമുളകും കുറച്ച് വേപ്പിലയും. അയ്യോ അമ്പു എന്തേ? നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. കുറെ തുണി എനിക്ക് ഉണക്കിയെടുക്കാനുണ്ടായിരുന്നു. അമ്പൂൻ്റെ മോർലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അച്ചിക്കുട്ടന് സ്കൂളിലുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ എനിക്കിതാ സ്കൂളിൽ ഫുഡൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും കിഴങ്ങറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ ഞാനെടുത്ത് ആവശ്യത്തിന് ഉപ്പും എടുത്ത് ഇട്ട് പിന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. അപ്പം നല്ലപോലെ ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് എനിക്ക്. ഇപ്പോൾ 2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ ഉണ്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാവ് അവിടെ കുഴച്ചൊക്കെ വെച്ചു. പിന്നെ കിഴങ്ങെടുത്ത് നല്ലപോലെ കഴുകി കുക്കറിനകത്ത് വേവിക്കാനായിട്ട് ഇടുവാണ്. 3-4 കിഴങ്ങ് അത് ഞാൻ നല്ലപോലെ 4 പീസാക്കി അങ്ങനെ കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കുവാണ്. പിന്നെ കുക്കറിൽ വേകണ സമയത്ത് ഞാൻ പിന്നെ ചപ്പാത്തി വേഗം പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് അമ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ കേക്കിൻ്റെ ഒരു ബോർഡാണ് കേട്ടോ. അതപ്പോൾ അത്യാവശ്യം നല്ല വലിയ ബോർഡാണ്. അപ്പോൾ ഞാൻ ഇതിനകത്താണ് പരത്തിയെടുക്കുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എല്ലാം പരത്തിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ചപ്പാത്തിയും പരത്തിയെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എല്ലാം പരത്തിയെടുത്തിട്ടാണ് പിന്നെ ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചുട്ടെടുക്കുമ്പോൾ ആദ്യമേ എണ്ണ തേക്കാറില്ല കേട്ടോ. ആദ്യം ചപ്പാത്തി നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജസ്റ്റ് എണ്ണ തേച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ തീ കുറച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ചപ്പാത്തിയും പെട്ടെന്ന് ചുട്ടെടുക്കുവാണ്. അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു പാൻ വെച്ചു. കിഴങ്ങറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ ഒരു സവാള പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂക്കാൻ വേണ്ടി ഇടുവാണ് കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടു. പിന്നെ ഞാൻ ഇതിനകത്ത് പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ കിഴങ്ങ് നല്ലപോലെ ഉടച്ച് അതും കൂടി ഇട്ടിട്ട് പിന്നെ കാപ്പിയോടെ എല്ലാം കഴിഞ്ഞു. അച്ചുകൂട്ടൻ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ നേരെ ഇനി അമ്പൂനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ നമുക്കിത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ 12:30 ആകുമ്പോഴത്തേക്കും ചെല്ലണം. അപ്പോൾ ഞങ്ങൾ വിളിച്ചു വെച്ചത് 12:30 മുമ്പ് വരണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്പുക്കുട്ടൻ ഒരുങ്ങിയൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഇത് അമ്പുക്കുട്ടൻ്റെ നമ്മുടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ബുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അമ്പുക്കുട്ടനുമായിട്ട് അകത്തോട്ടൊക്കെ കയറി. അങ്ങനെ നിമോചേട്ടൻ അവിടെ നമുക്ക് ചീട്ടെടുത്തിട്ടില്ല. അപ്പോൾ ചീട്ടെടുക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ചീട്ടെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അയ്യോ അമ്പു എന്തേ? അങ്ങനെ ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തത് വീട്ടിൽ വന്നു. അമ്പുക്കുട്ടൻ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു. എന്നാലും വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊന്നും ഇങ്ങനെ വേദന എടുത്തപ്പോൾ കരഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ പനിക്കൂല എന്നാണ് പറഞ്ഞത്. അഥവാ ഇനി പനിച്ച പനിയുടെ മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ആള് ഇപ്പോൾ വന്ന് കളിക്കുവാണ് ഇരുന്ന്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉച്ചക്കത്തേക്കുള്ള എനിക്കെല്ലാം ചെയ്തു വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കറിയൊക്കെ വെക്കണം. അപ്പോൾ എന്തായാലും അമ്പൂന് എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് അമ്പൂനൊന്ന് ഉറക്കിയിട്ട്, അമ്പൂ ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അമ്പുക്കുട്ടനെ ഇനി ഒന്ന് ഉറക്കിയിട്ടൊക്കെ ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ക്യാബേജ് തോരൻ വയ്ക്കാൻ വേണ്ടി കുറച്ച് ഉണക്കമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ക്യാബേജിൽ ഓൾറെഡി ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് പുരട്ടി വെച്ചത്. അപ്പോൾ ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനപ്പോൾ തേങ്ങ തിരുമിയിട്ടില്ല. തേങ്ങ ഒന്ന് തിരുമിയെടുക്കണം. മിക്സി അരയ്ക്കുമ്പോൾ അമ്പ് എഴുന്നേക്കുമോയെന്ന് അറിയത്തില്ല. എന്തായാലും തേങ്ങയും കൂടി കുറച്ച് ചേർത്താലേ ഉള്ളൂ ക്യാബേജ് തോരൻ ഒരു ടേസ്റ്റ് ആവുള്ളൂ. ഇതെന്തായാലും അടച്ചു വെക്കും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് തിരുമിയെടുക്കാൻ വേണ്ടി തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് തിരുമിയെടുക്കട്ടെ. ഈ തേങ്ങ ഞാൻ മിക്സിയിൽ ഒന്ന്
ഒന്ന് മിക്സിയിലടിച്ചാൽ നല്ലതായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അമ്പുക്കുട്ടനെ എഴുന്നേറ്റ് പോരാൻ സാധ്യതയുണ്ട്. അത് കാരണം അവൻ നന്നായി ഇഞ്ചക്ഷനും കൂടെ എടുത്തേക്കണല്ലേ, അതുകൊണ്ട് ഞാൻ ഇത് അരയ്ക്കുന്നില്ല. ഇച്ചിരി ഒന്ന് ഒതുക്കുന്നത് നല്ലതായിരുന്നു. എന്തായാലും ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഇട്ടുകയോ ചെയ്തത്. എന്തായാലും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. കുറേ തുണി എനിക്ക് ഉണക്കിയെടുക്കാനുണ്ടായിരുന്നു. അമ്പൂൻ്റെയും മച്ചുവിൻ്റെയും ഒക്കെ ഉണക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അവർക്ക് ആ നിക്കറിനൊക്കെ ഭയങ്കര കട്ടിയായതുകൊണ്ട് ഉണങ്ങിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിച്ചണിലെ ജോലി ഒതുങ്ങിയാലേ ഉള്ളൂ തുണിയൊന്നും ഉണക്കാൻ പറ്റുള്ളൂ. എന്തായാലും അമ്പുക്കുട്ടനെ ഉണരുമ്പോഴത്തേക്കും ഊണും കൂടി റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അമ്പൂന് എനിക്ക് ഊണ് കൊടുക്കാമല്ലോ. അമ്പൂ ഒന്നും കഴിക്കാതെയാണ് ഉറങ്ങുന്നത്. ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഇത് ആൾക്ക് ചെറിയൊരു വേദന ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആകട്ടെ. അപ്പോഴത്തേക്കും ഞാൻ വാഷിംഗ് ഇട്ടേക്കണം തുണി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇതാ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്, നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അമ്പുക്കുട്ടൻ ഇവിടെ എഴുന്നേറ്റ് കുറച്ച് നേരം മുറ്റത്തൊക്കെ കളിക്കുവാണ്. അമ്പുക്കുട്ടൻ ചോറെടുത്തെങ്കിലും കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, വലിയ വിശപ്പ് മാറാനായിട്ടുള്ളതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അച്ചിക്കുട്ടൻ വരാൻ നേരമായിട്ടുണ്ട്. അങ്ങനെ ഇതാ അമ്പുക്കുട്ടൻ പുറത്തിറങ്ങി കളിക്കുവാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.